ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ വാങ്ങിയാൽ എപ്പോഴും നമ്മൾ ഒരേ ടൈപ്പ് തന്നെയാണ് കറി വെക്കൽ. അപ്പോൾ ഒരേ ടൈപ്പിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് പൊടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവുമെങ്കിലും കൂടി കളറ് കളറ് ഒരേപോലെയാണ് കേട്ടോ ഉണ്ടായിരിക്കും. ഇനി എങ്ങനെ തട്ടി മുട്ടി എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കറി വെച്ചാലും അതിൻ്റെ കളർ ഒരുപോലെ ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഞാൻ യൂട്യൂബിൽ പലതവണ ചിക്കൻ ഈ ഒരു ഗ്രീൻ കളറിൽ ചിക്കൻ കറി വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് കുറച്ച് അങ്ങനെ ഒന്ന് വെച്ച് നോക്കാം. അതായത് 1 കിലോ ചിക്കൻ വാങ്ങി, പക്ഷേ അതിൻ്റെ ഒരു 1/4 ഭാഗമേ ഞാൻ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ചട്ടിയിലാണ് കേട്ടോ വെക്കുന്നത്. ഞാൻ ഗ്യാസിലാണ് കേട്ടോ വെക്കൽ. അടുപ്പിൽ വിറകില്ലാത്തത് കാരണം അടുപ്പിൽ വെക്കലില്ല. അപ്പോൾ വന്നിട്ട് ഞാൻ ചട്ടിയിൽ പട്ട, കറുമ്പ് അങ്ങനെ കണ്ട കുറച്ച് സ്പൈസസൊക്കെ ഇല്ല, അതൊക്കെ ഇട്ടിട്ടോ എണ്ണയിൽ വെളിച്ചെണ്ണയിൽ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ ഇല്ലാത്തത് കാരണം ഓയിലെടുത്ത്. അപ്പോൾ വെളിച്ചെണ്ണ ആണ് എനിക്കൊന്നും ഏറ്റവും കൂടുതൽ നല്ലത് എന്ന്. പക്ഷേ വെളിച്ചെണ്ണ ഒരു ജാതി കുത്തിയിട്ടുള്ളൊരു ചുവ കിട്ടും, ഓയിലാകുമ്പോൾ ആ ഒരു ചുവ കിട്ടില്ല. എന്നിട്ട് ഒരു ഉള്ളിയേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ, ഉള്ളി മാത്രം. തക്കാളി ഇതിന് വേണ്ട. പിന്നെ ഞാൻ ഫസ്റ്റ് എടുത്ത് വെച്ച സാധനങ്ങളൊക്കെ കണ്ടല്ലോ, ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക്, മല്ലിയില, പിന്നെ കറിവേപ്പില അരക്കുന്നതിൻ്റെ കൂടെ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ മല്ലിച്ചപ്പാണ് ഇതിന് മുന്നിൽ നിൽക്കുക. മല്ലിച്ചപ്പിലായിരിക്കണം, മല്ലിച്ചപ്പിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കൂടുതൽ കിട്ടുക. അപ്പോൾ ഞാൻ മല്ലിച്ചപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞപ്പൊടിയാണ്. അപ്പോൾ ഇതിൽ വേറൊരു സാധനം കൂടെ ഞാൻ ഇടുന്നുണ്ട്, അത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടില്ല ചേർക്കുന്നത്, പക്ഷെ അത് ലാസ്റ്റാണ് കേട്ടോ. അപ്പോൾ മഞ്ഞപ്പൊടി ഇട്ടിട്ട് മഞ്ഞപ്പൊടി നന്നായിട്ട് ഇതിലിങ്ങനെ ആ ഒരു സ്മെല്ല് പോകണം കേട്ടോ. അല്ലാതെ അപ്പോൾ അതിൻ്റെ ഒരു മഞ്ഞപ്പൊടീൻ്റെ ആ ഒരു സ്മെല്ലുണ്ടാവുമല്ലോ, അത് പോകണം. എന്താ വെച്ചാൽ നമ്മളിതിൽ വെള്ളമൊന്നും അങ്ങനായിട്ട് വെള്ളം ചേർക്കുന്നില്ല. മിക്സിയിലാക്കിയിട്ട് ഞാൻ മിക്സിയിൽ ഇത് അരച്ചത് കൊണ്ട് കുറച്ച് വെള്ളം അങ്ങനെ അതിലേക്ക് ഒഴിക്കുന്നത്, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്നിട്ട് അങ്ങനെ അതൊക്കെ നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാൻ മിക്സിയിൽ പൊടി അരച്ചതൊക്കെ ഇട്ടല്ലോ ഇതിലേക്ക്, ചട്ടിയിലേക്ക്. അപ്പോൾ ഒരു 5-6 കഷ്ണം ചിക്കൻ പീസ്. കാരണം ഇത് നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ടിട്ടുള്ളൊരു പരിചയം മാത്രമേ ഉള്ളൂ, പക്ഷേ ഇതിൻ്റെ സ്മെല്ലുണ്ടല്ലോ പറയാതിരിക്കാൻ വയ്യ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, എൻ്റെ മോൾക്കും ഇഷ്ടമായി. പിന്നെ ഭർത്താവിനും കുട്ടിക്കും മോനുക്കും വെളുങ്ങനെ ഇതങ്ങോട്ട് ഇഷ്ടമായില്ല. പിന്നെ ഭർത്താവിന് എന്താ വെച്ചാൽ ചുവന്ന കളർ തന്നെ വേണം, അതില്ലാത്തത് കാരണം ഇഷ്ടമാവാതിരുന്നത്. പക്ഷേ മോന് പിന്നെ എരിവ് കൂടിപ്പോയി എന്ന് പറഞ്ഞിട്ട് വെളുങ്ങനെ ഇതായിട്ടില്ല. പിന്നെ പറയുക, നമ്മൾ പിന്നെ എനിക്കത് മനസ്സിലായത് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അത് അങ്ങനെയൊന്നും ഞാൻ കണ്ടില്ല. അത് എൻ്റെ ഒരു രീതിക്കാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഈ അരച്ച് വെച്ചതൊക്കെ ലേശം വെള്ളമാക്കിയിട്ട് വയ്ക്കാം കേട്ടോ. ഇതിലേക്ക് കൂടുതൽ വെള്ളം ചേർക്കുക ചെയ്യാൻ പാടില്ല. പിന്നെ ആവിയിൽ ഈ സാധനം വെന്ത് കിട്ടണം. ഭയങ്കര ടേസ്റ്റ് ചെയ്തു. ഇതിങ്ങനെ വെന്ത് വരുന്തോറുമില്ലേ ഇതിൻ്റെ ഒരു സ്മെല്ല്, പട്ടയും കറാമ്പും എല്ലാം കൂടെ വരുന്ന ആ ഒരു സ്മെല്ല് ഭയങ്കര. പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. എനിക്കത് എരിവ് കുറഞ്ഞ പോലെ തോന്നി, അത് കാരണം ഞാൻ കുരുമുളക് പൊടി ഇട്ടത്. പക്ഷേ ഈ സംഭവം പച്ചമുളകും കുരുമുളക് പൊടിയും കൂടി ആയപ്പോൾ നന്നായിട്ട് എരിവായിപ്പോയി. പച്ചമുളക് ഒരു 5-6 അരച്ചിട്ടോ, നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഞാൻ ഇനി ഇതുപോലെ ചെയ്യും. യൂട്യൂബിൽ കാണുമ്പോൾ നമ്മൾ കൂടുതൽ പച്ചയാണ് കാണിക്കുന്നത്. ഇത് പച്ചയുണ്ട്, മല്ലിച്ചപ്പിൻ്റെ ആ ഒരു കളറുണ്ട്. പക്ഷേ യൂട്യൂബിൽ എനിക്ക് തോന്നുന്നു പിന്നെ ചിലപ്പോൾ ലൈറ്റിൻ്റെ ഒക്കെ ഇതുകൊണ്ടായിരിക്കണം നല്ല ഗ്രീൻ കളറിൽ കാണിക്കുന്നത്. നമ്മളങ്ങനെ ലൈറ്റ് വെച്ച് വീഡിയോ എടുക്കുന്നത്, ഞാൻ ഫോൺ കയ്യിൽ പിടിച്ച് വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. പിന്നെ ഗ്രീൻ ചില്ലീൻ്റെ സോസും കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അത് എൻ്റെ ഒരു ഇഷ്ടത്തിന് വെച്ചെന്നേ ഉള്ളൂ കേട്ടോ. വീഡിയോയിൽ ഞാൻ അതൊന്നും കണ്ടിട്ടില്ല. പിന്നെ അതായത് എല്ലാ ഗരം മസാലകൾ ഉണ്ടാവുമല്ലോ, ജീരകടക്കം, കുരുമുളകടക്കം പൊടിച്ച പൊടി ഞാനിതിൽ കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയതാണ്. എന്തായാലും അടിപൊളി ടേസ്റ്റ്, ഉണ്ടാക്കി നോക്കണേ.